Fast-mail communication system, commonly known as fax system. നോർമലി ഒരു ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൂടെ നമ്മൾ ടെലിഫോൺ ലൈനിലൂടെ വോയിസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഫാക്സ് സിസ്റ്റത്തിൽ പ്രിൻ്റഡ് അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെൻറ്റ്, ഇമേജ് ഓർ ഗ്രാഫിക്സ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡോക്യുമെൻറ്റിനെ സ്കാൻ ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റിയതിന് ശേഷം കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. റിസീവിങ് എൻഡിൽ ഒറിജിനൽ കോപ്പിയെ റീകൺസ്ട്രക്റ്റ് ചെയ്യും. ഇതാണ് ഒരു ഫാക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന പ്രോസസ്സ് സ്കാനിങ് ആണ്. ആ ഡോക്യുമെൻറ്റിനെ ലൈൻ ബൈ ലൈനായിട്ട് ട്രാൻസ്മിറ്റിംഗ് ഫാക്സ് മെഷീൻ സ്കാൻ ചെയ്യും. അതിനുവേണ്ടി ചെയ്യുന്നത് ഒരു ലൈറ്റ് അതിലേക്ക് ഇലൂമിനേറ്റ് ചെയ്യും. ആ ഡോക്യുമെൻറ്റിനെ ലൈറ്റ് ഇലൂമിനേറ്റ് ചെയ്യും. അവിടെ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. ആ ഡോക്യുമെൻറ്റിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, വൈറ്റ് ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഹൈ സിഗ്നൽ ലഭിക്കും. അതുപോലെ ഡാർക്ക് ഏരിയയിൽ അതിലേക്ക് ഇലൂമിനേറ്റ് ചെയ്ത ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ലോ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആയിരിക്കും ഉണ്ടാവും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റിനെയാണ് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഡോക്യുമെൻറ്റിൽ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഉണ്ടാവും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ സ്കാനിങ് പ്രോസസ്സിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് എന്ത് ചെയ്യും? ആ ഡോക്യുമെൻറ്റ്സിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് അനലോഗോ ഡിജിറ്റലോ ആക്കി മാറ്റും. അതിനുശേഷം മോഡുലേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ മോഡുലേറ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി റിസപ്ഷനിൽ എന്ത് ചെയ്യണം? മോഡുലേറ്റ് ചെയ്ത സിഗ്നലാണ് റിസീവ് ചെയ്യുന്നത്. സോ ആദ്യം അതിനെ ഡിമോഡുലേറ്റ് ചെയ്യും. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ വരുന്നത് കൊണ്ട് തന്നെ സിഗ്നൽസ് വീക്കായിട്ടുണ്ടാവും. അതുകൊണ്ട് ആംപ്ലിഫൈ ചെയ്യണം. പിന്നെ വീണ്ടും അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്ത എക്സാക്ട് കോപ്പി ആയിട്ട് അതിനെ പ്രിൻ്റ് എടുക്കുന്ന മെത്തേഡാണ് ഫാക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് ട്രാൻസ്മിറ്റർ ആണ്. ട്രാൻസ്മിറ്റർ സ്കാൻസ് ആൻഡ് കൺവേർട്ട് ഡോക്യുമെൻറ്റ്സ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ, നോർമലി ടെലിഫോൺ നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ റിസീവർ സെക്ഷനിൽ ഇലക്ട്രിക്കൽ സിഗ്നലിനെ പ്രിൻ്റഡ് ഫോമിലേക്ക് തിരിച്ചെടുക്കുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാക്സ് മെഷീൻ എന്നത് വയർ ഫാക്സ് എന്ന് പറഞ്ഞാൽ ടെലിഫോൺ ലൈൻസ്, ടെലിഫോൺ വയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തതിനാണ് വയർ ഫാക്സ് പറയുക. ഇനി റേഡിയോ ലിങ്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ റേഡിയോ ഫാക്സ്. ഇനി ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ, ഗ്ലോബൽ ട്രാൻസ്മിഷന് വേണ്ടി സാറ്റലൈറ്റ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് സാറ്റലൈറ്റ് ഫാക്സ്. ഓക്കെ, ഇതിൻ്റെ കീ ഫീച്ചറിൽ വരുന്നത് റിയൽ ടൈം ട്രാൻസ്മിഷൻ ഓഫ് ഡോക്യുമെൻറ്റ് വർക്ക്സ് ഓവർ എക്സിസ്റ്റിംഗ് ടെലിഫോൺ നെറ്റ്വർക്ക്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മറ്റൊരു നെറ്റ്വർക്ക് പുതുതായി കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഒപ്റ്റിക്കൽ കേബിളോ അങ്ങനെയൊന്നും പുതുതായിട്ടൊന്നും വേണ്ട. എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് തന്നെ ഇത് വർക്കാവും. ട്രാൻസ്മിറ്റ് ബോത്ത് ടെക്സ്റ്റും ഇമേജും. ടെക്സ്റ്റ് മെസ്സേജ് മാത്രമല്ല ഇമേജിനും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വോയിസ് വരുന്നില്ല. യൂസ്ഡ് ഇൻ ഓഫീസസ്, ന്യൂസ് ഏജൻസീസ്, ഗവൺമെൻറ് കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ആപ്ലിക്കേഷൻസ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ലീഗൽ ഡോക്യുമെൻറ്റ് എക്സ്ചേഞ്ച്. ഓക്കെ, ലീഗൽ ഡോക്യുമെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് വരുന്നത് ഫാക്സ് സിസ്റ്റം ആണ്. മെഡിക്കൽ റിപ്പോർട്ട് ട്രാൻസ്മിഷൻ, ന്യൂസ് പേപ്പർ ആൻഡ് വെതർ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹാർഡ് കോപ്പി റെക്കോർഡ് അവൈലബിൾ ആണ്. പിന്നെ ഫാസ്റ്റ് ആൻഡ് ഡയറക്റ്റ് ട്രാൻസ്ഫർ, റിലയബിൾ ഫോർ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. ഡിസഡ്വാൻറ്റേജ്, ഇമേജ് ക്വാളിറ്റി. ഇപ്പം പുതിയ രീതിയിലുള്ള ഡിജിറ്റൽ സ്കാനിങ് ഒക്കെ ഇമെയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇമേജ് ക്വാളിറ്റി കുറവാണ്. അതുപോലെ ഒരു ഡെഡിക്കേറ്റഡ് ആയ ഒരു സിസ്റ്റം വേണം അതിന്, ഫോൺ ലൈൻ അതുപോലുള്ള സിസ്റ്റംസ് വേണം അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ. ആൻഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ കളർ ഓർ ഹൈ റെസൊല്യൂഷൻ ഇമേജസ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ.